നമസ്കാരം. അങ്ങനെ എൻ്റെ അറിവിൽപ്പെട്ട ഒരു വൃത്തികെട്ട ചെറുപ്പക്കാരൻ പെണ്ണ് കെട്ടി. അതായത് വീട്ടുകാരുടെ അഭിപ്രായ പ്രകാരം പെണ്ണ് കെട്ടിയാൽ നന്നാകും. ഇനിയിപ്പോൾ മാനസിക വൈകല്യം ഉണ്ടോ, ശാരീരിക വൈകല്യം ഉണ്ടോ, പെണ്ണ് കെട്ടിയാൽ നന്നാകും. അങ്ങനെ ഒരു മരുന്ന് ഇവിടെ ഉണ്ട്. ഇപ്പോൾ അത്യാവശ്യം സാമ്പത്തികമുണ്ട്. പക്ഷെ ഇവൻ്റെ അത്ര വൃത്തിയിട്ട കൂതറ പഞ്ചായത്തിലില്ല. വെള്ളമടി മാത്രമല്ല, അടിപിടി കേസും ഒക്കെ ഉണ്ട്. അറിയണവരാരും അവന് പെണ്ണ് കൊടുക്കില്ല. അങ്ങനെ ഒരു ബ്രോക്കറെ സംഘടിപ്പിച്ച് കുറച്ച് ദൂരത്തുനിന്ന് ഒരു പാവപ്പെട്ട പെണ്ണിനെ കൊണ്ടുവന്ന് കുഴിയിൽ ചാടിച്ച്. അതായത് കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കണ പെണ്ണാണ്. ബ്രോക്കർ ഇങ്ങനെ പ്രലോഭനങ്ങളൊക്കെ, ആണുങ്ങളായാൽ ചെറിയൊരു സെൻറ്റേഡൊക്കെ ഉണ്ടാവൂലേ, ഒരു പെഗ്ഗൊക്കെ അടിക്കൂല എന്നൊക്കെ പറഞ്ഞപ്പോൾ കൂടുതലൊന്നും അന്വേഷിച്ചില്ല. അതാണ് ഫിക്സ് ചെയ്ത്. ഇവന് കല്യാണം കഴിച്ചപ്പോൾ ഇവൻ രാജാവായില്ലേ. ഇവന് ഭരിക്കാനൊരു പെണ്ണിനെ കിട്ടിയേക്കാം. കൂട്ടുകാരൊക്കെ കൂട്ടി വീട്ടിൽ വരുമ്പോൾ ഇവിടെ അവരുടെ മുന്നിൽ നിന്ന് നായിൻ്റെ മുളയെന്നൊക്കെ ഒരു ദിവസം വിളിച്ച് അവരുടെ മുന്നിൽ നിന്ന് കളിയാക്കുക, തള്ളേൻ്റെ മുന്നിൽ നിന്ന് കളിയാക്കും. 1-2 പ്രാവശ്യം അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവനടുത്ത് വരുമ്പോൾ ഇവൾക്കൊരു ഭീകരത, മനസ്സിനൊരു വേട്ട. അങ്ങനെ ഇവൾ ജീവിച്ച് ഇങ്ങനെ 4 മാസമായിട്ടുള്ളൂ. 4 മാസം കൊണ്ട് അവൾ 4 കൊല്ലം സഹിച്ച ഫലം. അങ്ങനെ ഇവൻ്റെ ഒരു അളിയൻ ഗൾഫിലുണ്ട്. പെണ്ണ് കെട്ടിയിട്ട് വലിയ മാറ്റമില്ല, എന്നാൽ ഗൾഫിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഇവനെ നേരെ അങ്ങോട്ട് കയറ്റി കഴിഞ്ഞപ്പോൾ വീട്ടിൽ ബാലൻസ് ആയത് ഈ പെണ്ണും അമ്മായിമ്മ. അപ്പം ഇവൾക്ക് ഇവനോട് മനസ്സിൽ വെറുപ്പും പകയും ഉരുണ്ട് കൂടിയിട്ടുണ്ട്. അപ്പം ഈ സംഭവങ്ങളൊക്കെ അറിയണ ഈ തള്ളേൻ്റെ ഒരു ചേച്ചിയുടെ മോനുണ്ട്. അവനൊരു ബാങ്കിൽ ജോലിയാണ്. വലിയ ബാങ്കൊന്നുമല്ല, ഈ സഹകരണാടിസ്ഥാനത്തിലൊക്കെ ഉള്ള ബാങ്കിലെ സെക്രട്ടറി എന്തോ ആണ്. അവരുടെ ഫാമിലിയിലൊരു വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരുത്തൻ. ഇവൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരും. അപ്പോൾ ആ വീട്ടിലെ എല്ലാ പൾസും ഇവനറിയാം. ഈ പെണ്ണിനെ കൂടുതൽ അടുത്ത് പോയി സംസാരിക്കുക, ആശ്വസിപ്പിക്കുക. ഈ ഇഷ്യൂസൊക്കെ ഉണ്ടാകുമ്പോൾ ഇവൻ ഇടയ്ക്കിടയ്ക്ക് വരും. ഇവളെ ആശ്വസിപ്പിക്കും, നല്ല വർത്താനമൊക്കെ പറയും, അച്ചടി ഭാഷയിൽ സംസാരിക്കും. ഏത് അന്യ പെണ്ണിനോട് നമ്മൾ കുറച്ച് ഡീസൻ്റ് ആകൂലേ, ഇവനത് ഒത്തിരി ഓവറാക്കി. കാരണം അവിടെ ഒരു വേക്കൻസി ഉണ്ടെന്ന് ഇവനറിയും. ഭർത്താവ് ഗൾഫിക്ക് പോയപ്പോൾ ഇവനതൊരു ചാൻസായിട്ട് കൂട്ടി. വരവിൻ്റെ ദൈർഘ്യം കുറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വരും. ഒന്നും പറയാൻ പറ്റില്ല. ഈ തള്ളക്കാണെങ്കിൽ ഇവൻ പ്രിയപ്പെട്ടവനാണ്. അവനെപ്പോൾ വന്നാലും എന്ത് ചെയ്താലും തള്ളക്കൊരു പ്രശ്നമില്ല. അങ്ങനത്തെ ഒരു തള്ള. ഇവൻ വരുമ്പോൾ ചെറിയ ചെറിയ പൊതികൾ ഇവൾക്ക് കഴിക്കാനുള്ളതൊക്കെ കൊണ്ടുവരും. ഈ 4 മാസം ജീവിച്ചിട്ട് ഒരു പ്രാവശ്യം പോലും ഭർത്താവ് ഒരു സാധനം മേടിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ ഇവളുടെ സങ്കടങ്ങളൊക്കെ ക്ഷമയോടുകൂടി കേൾക്കും. അപ്പോൾ ഈ തള്ളക്കൊരു മോളുകൂടി ഉണ്ട്. മോളെന്ന് പറഞ്ഞാൽ ഈ ഗൾഫിൽ കൊണ്ടുപോയ അളിയൻ്റെ ഭാര്യ. അത് തൊട്ടപ്പുറത്തെ പഞ്ചായത്തിലാണ്. അവിടെ 2 കുട്ടികളുണ്ട്. അപ്പോൾ ഇവള് ഫോൺ വിളിച്ചാൽ തള്ള ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകും. ഇവിടെ മരുകളുണ്ടല്ലോ. അപ്പോൾ മറ്റേ സെക്രട്ടറി വരില്ല. സെക്രട്ടറി വന്ന് ഇവള് ഓരോ സങ്കടമൊക്കെ പറഞ്ഞ് പെണ്ണുങ്ങൾ പെട്ടെന്ന് കരയുമല്ലോ. അല്ല ഇവൻ തലയിലൊക്കെ തലോടി കണ്ണിലേക്കൊക്കെ നോക്കി, പിന്നെ ചുണ്ടിനൊരു ചുംബനം കൊടുത്ത് ചുണ്ടിൽ കിസ് ചെയ്ത്. സത്യം പറഞ്ഞാൽ ഇവനോടുള്ള പക ഇവളുടെ മനസ്സിൽ ഉരുണ്ട് കൂടി കിടക്കുകയാണ്. ഇവനെ വഞ്ചിക്കുകയാണെന്നുള്ളൊരു ചിന്ത പോലും ഇവളുടെ മനസ്സിലില്ല. കാരണം ഇവൾ കുറച്ച് പഠിപ്പൊക്കെ ഉള്ള പെണ്ണാണ്. മറ്റേ കൂതറ സ്കൂളിൽ പോയിട്ടില്ല, ഹൈസ്കൂളിലൊക്കെ പോയിട്ടുള്ളൂ. അപ്പോൾ ഇവൾക്ക് മധുര പ്രതികാരം. അത് മാത്രമല്ല, ഈ ഏത് പെണ്ണിനും ഒരാളെ ആശ്വസിപ്പിക്കുക, കെയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ഇഷ്ടം ആ വ്യക്തിനോട് തോന്നും. ചുണ്ടിൽ കിസ് ചെയ്ത് കെട്ടിപ്പിടിച്ച് ഒരു പ്രശ്നമില്ല പെണ്ണ് കൂടുതൽ റിലാക്സ്ഡ് ആകുക. ഇവനത് മനസ്സിലായി. ഇവൻ മെല്ലെ അവളെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി ഇവളുടെ വസ്ത്രങ്ങളൊക്കെ അഴിച്ച് അസലായിട്ടൊരു പണി കൊടുത്തു. ഈ 4 മാസം ജീവിച്ചിട്ട്
ഒരു മനസ്സമാധാനത്തോടുകൂടി ഇവൻ അവളെ കളിച്ചിട്ടുമില്ല. വൈകൃതങ്ങളാണ് ചേച്ചി. ഇവൻ വെള്ളമടിച്ച് വന്നിട്ട് അത് വായി കൊടുക്കലും പല പരിപാടികളും. ഇവനാണെങ്കിൽ ഡീസൻറ്റ് മാൻ, നല്ല വൃത്തിയുള്ള മനുഷ്യൻ, വെള്ളമടിക്കില്ല. ഇവർ തമ്മിൽ കളി കണ്ട് തുടങ്ങി. ഒരു പ്രശ്നമില്ല. പിന്നെ അമ്മായിയമ്മക്ക് അറിയാം ഈ പ്രശ്നം, ഈ മോൻ്റെ കൂതര സ്വഭാവമൊക്കെ. ഈ തള്ള ഇടക്കിടക്ക് പോവും എങ്ങോട്ട് മകളുടെ അടുത്തേക്ക്. ഇവന് ചാൻസ് ഉണ്ടാക്കി കൊടുക്കുക. കാരണം മരുമോള് തെറ്റി പോകാണ്ടിരിക്കാൻ തള്ള ചെയ്യണ സൂത്രമാണ്. ഈ പെണ്ണിനെ എല്ലാ രീതിയിലും അവൻ കളിച്ച് സുഖിപ്പിക്കണം. പിള്ളേരുടെ ഡ്രസ്സ് കഴിക്കുക, നക്കി കൊടുക്കുക. ഇവൾക്ക് ഒരു കുറ്റബോധവും ഒന്നുമില്ല. ഈ നാട്ടിൽ അങ്ങനെയാണ്. ഇവിടെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് കല്യാണം കഴിക്കണത്? ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ കല്യാണം കഴിച്ച് അവർ തമ്മിൽ പൊരുത്തപ്പെടില്ലെന്ന് കണ്ട ഒരു നിമിഷം അവർ ഒരുമിച്ച് ജീവിക്കില്ല. അവർ സെപ്പറേറ്റാവും. അവർ കല്യാണം കഴിക്കണമെങ്കിൽ തന്നെ ഒരുപാട് ഇടപഴകിയിട്ടാണ് കല്യാണം കഴിക്കുക. ചിലപ്പോൾ ഗർഭമുണ്ടായ ഒരു കുട്ടിയൊക്കെ ജനിച്ചിട്ടുണ്ടാവും. പറ്റില്ലെന്ന് പറഞ്ഞാൽ മിനിറ്റിൽ മനസ്സിന് സന്തോഷമില്ലാണ്ട് എന്ത് ജീവിതം. ചില പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചാൽ, ആണുങ്ങളെ മാത്രം കുറ്റം പറയാൻ പാടില്ല, ചില കൂതറ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചാൽ ചുടലപ്പറമ്പിൽ വീട് വെച്ച പോലെ, അല്ലെങ്കിൽ ചോറൊന്നും ഒലിക്കണ വീട്ടിൽ മഴക്കാലത്ത് കിടന്നുറങ്ങണ പോലെ. ഒരു സ്വൈര്യവും കൊടുക്കില്ല. മര്യാദക്ക് കളിക്കാൻ കൊടുക്കില്ല ആണുങ്ങൾക്ക്. അങ്ങനത്തെ ആൾക്കാരാണ് ബസ്സിലൊക്കെ ജാക്കി വെക്കണത്. സാധനം പുറത്തിട്ടൊക്കെ റോഡ് സൈഡിലൊക്കെ നിൽക്കൂലേ, ബസ് സ്റ്റോപ്പിൻ്റെ സൈഡിലൊക്കെ. വീട്ടിൽ കളി കിട്ടാത്ത ആൾക്കാരാണ്. അതേപോലെ ജാക്കി വെപ്പ്, പെണ്ണുങ്ങളെ തോണ്ടൽ. ചില സ്ത്രീകളുണ്ട്, കുറേ അത്യാവശ്യത്തിലധികം സ്ത്രീധനം കൊണ്ടുവരും. കെട്ടിയാൻ ചെറിയൊരു വീക്ക്നെസ്സൊക്കെ ഉണ്ടെങ്കിൽ, കളിക്കാനൊന്നും ഒരു കഴിവ് കുറവുണ്ടെങ്കിൽ പിന്നെ ഇവിടെ തലേ കയറി നിരങ്ങും. പരസ്യമായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് അപമാനിച്ച് വർത്താനം പറയും. ആര്? സ്ത്രീ പുരുഷനാണ്. ഇൻസൾട്ട് ചെയ്യും, ഭരിക്കും. അമ്മായിയമ്മനെ ഭരിക്കും. ചിലപ്പോൾ അമ്മായിയമ്മനെ തല്ലിന്ന് വരും. അല്ലാണ്ട് ആണുങ്ങൾ മാത്രമല്ല കൂതറകൾ, ചില സ്ത്രീകൾ. എന്നിട്ട് ഭർത്താവിന് കൊടുക്കൂല, അമ്മായിമ്മൻ്റെ മെക്കെട്ടുമൊക്കെ കയറും. ഇവൾക്ക് പറ്റിയ ആൾക്കാർക്ക് കിടന്നു കൊടുക്കുകയും ചെയ്യും. ഇവിടെ കല്യാണം എന്ന് പറഞ്ഞാൽ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള കച്ചവടം ഉറപ്പിക്കണം. ഒരുത്തനൊരു ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ നല്ലൊരു ജോബ് കിട്ടിയ അപ്പം തുടങ്ങി ബാർഗൈനിങ്. അപ്പോൾ ഇന്നാൾ കൊല്ലത്തുണ്ടല്ലോ ഒരു RTO, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. അവൻ ചോദിച്ച സ്ത്രീധനം ചാടി വീണ് കൊടുക്കാൻ പാരൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡവറി എന്ന് പറഞ്ഞ സംഭവം സാധാരണ താങ്ങാൻ പറ്റാത്ത മനുഷ്യരുടെ പെൺകുട്ടികളുടെ കല്യാണം പെൻഡിങ്ങിൽ വെക്കുക. അവർ ചാടി വീണാവും പറഞ്ഞ പൈസ കൊടുത്ത് അത് കഴിഞ്ഞ് ഇവൻ ആക്രാന്തമുള്ള വൃത്തികെട്ടവനായതുകൊണ്ട് ഈ പെണ്ണിനെ പീഡിപ്പിച്ച് ആ പെണ്ണ് മരിച്ചു. അതുകൊണ്ടാണ് ഇത് പുറലോകം അറിഞ്ഞത്. അല്ലെങ്കിൽ നല്ല കൈക്കൂലി കിട്ടണ വകുപ്പ് പറഞ്ഞ സ്ത്രീധനം കൊടുത്ത മോളുടെ സുഖജീവിതം, അതാണ് അവർ സ്വപ്നം കണ്ടത്. അങ്ങനെ വീട്ടുകാർ തമ്മിൽ സ്ത്രീധനമൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ കല്യാണം നിശ്ചയിക്കും. രണ്ടും അപരിചിതരായിട്ടുള്ള വ്യത്യസ്ത സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും. ഒരു നിലക്കും യോജിച്ച് പോകാത്ത മൈൻഡുള്ള ആൾക്കാരായിരിക്കും. ഇവരെ രണ്ടാളെയും കൂടിയാണ് കെട്ടിക്കും. കൊട്ടും കുരവയൊക്കെ ഇട്ടാണ്ട് കെട്ടിച്ച് ഒരു മുറിക്കാക്കും. ചിലപ്പോൾ അന്ന് തന്നെ മനസ്സിലാവും ഇത് നമുക്ക് ശരിയാവില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ആർക്കോ വേണ്ടി തിളക്കണ സാമ്പാർ പോലെ തിളച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വന്നവരുണ്ടോ പ്രസവം. പിന്നെ ലോക്കായി. പിന്നെ മനസ്സുകൊണ്ടൊന്നും ഒരു പൊരുത്തല്ല. ഈ കേരളത്തിലുള്ള ഭാര്യ ഭർത്താക്കന്മാരിൽ ഒരു 90% മനസ്സുകൊണ്ട് പൊരുത്തമില്ലാത്ത ആർക്കോ വേണ്ടി തിളച്ചുകൊണ്ട് നിൽക്കണ സാമ്പാറാണ്. കല്യാണം ഏതെങ്കിലും ഫങ്ഷനൊക്കെ ചെല്ലുമ്പോൾ നല്ല സാരിയൊക്കെ കുടിപ്പിച്ചൊക്കെ കൊണ്ടുവരും. ഒപ്പം ഫോട്ടോ എടുക്കുന്നതൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യും. പക്ഷെ പല്ല് അങ്ങനെ അമർത്തി പിടിച്ചിട്ടാണ്. ഉള്ളിൽ വെറുപ്പാണ്. ഒരു നിലക്കും പൊരുത്തപ്പെടാത്ത ഒരു 100 അല്ല 1000 ദമ്പതികളെ ഞാൻ കാണിച്ചു തരാം. ഞാനും ഈ ലോകത്ത് ജീവിക്കണ ആളല്ലേ. നമ്മുടെ കേരളത്തിൽ ഓരോ വീടുകളിലും പൊരുത്തപ്പെടാത്ത ജന്മങ്ങൾ കുറേ ഉണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ ഇവർക്ക് പിന്നെ അനങ്ങാൻ പറ്റില്ല. സോഷ്യൽ സപ്പോർട്ട് ഉണ്ടാവില്ല, ഫാമിലി സപ്പോർട്ട് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല.
ധിക്കാരം പ്രവർത്തിച്ച് പറയും. അപ്പോൾ ആർക്കോ വേണ്ടി ഇങ്ങനെ തിളച്ചുകൊണ്ട് നിൽക്കുക. പിന്നെ ഇവിടെ ഒരു കോണത്തിലെ കൾച്ചറും കൂടിയുണ്ട്. ഒരു മക്കളൊക്കെ കല്യാണം കഴിച്ചെന്ന് കൂട്ടിക്കോ, പിന്നെ സന്ദേഹം തന്നെ ഒരു മുറി കിടക്കാൻ പാടില്ല, വൃത്തികേട്. നാണില്ലേ? കിടന്നാൽ തന്നെ രാത്രി കിടക്കണോട്ടെ, പകലൊന്ന് കിടന്ന് വാതിലടച്ചാൽ അപ്പം തുടങ്ങി പുറകുറുക്കൾ. അല്ലെങ്കിൽ തള്ള ഇറങ്ങിപ്പോ, കുട്ടികളെന്ത് വിചാരിക്കും, മറ്റവരെന്ത് വിചാരിക്കും. ഇങ്ങനത്തെ ഒരു കോണത്തിലെ കൾച്ചറാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കളി നടക്കണം. സ്ത്രീകളെ ചതിക്കാൻ പാടില്ല. പുരുഷന്മാരും, അതായത് ചതിക്കാൻ പാടില്ല എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് കളി നല്ലോണം കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അതിനുള്ള പോകുമ്പോഴേ നമ്മൾ കണ്ടെത്തണം, തിരിച്ചിങ്ങട്ടും. അല്ലാണ്ട് പൊരുത്തമില്ലെങ്കിൽ കഷ്ടപ്പെട്ട് ജീവിക്കരുത്. ആർക്കും വേണ്ടി? മക്കൾക്ക് വേണ്ടിയോ? നമ്മൾക്ക് ജീവിതം ഒന്നുള്ളൂ. അവർ കുറേ നാൾ കഴിയുമ്പോൾ നമ്മളെ പുറം കാലം കൊണ്ട് തട്ടും. ഇപ്പം ഞാൻ പറഞ്ഞേ, നമ്മുടെ ഇന്ത്യയിൽ ഡൈവോഴ്സ് ചെയ്യണതിൻ്റെ റേറ്റ് കുറവാണ്, 2% വിദേശത്തൊക്കെ ഒരുപാട് കൂടുതലാണ്, 70% വിവാഹമോചനം. അവർ സമാധാനത്തിൽ ജീവിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നരക തുല്യമായിട്ട് ഈ പെർസെൻറ്റേജ് കീപ്പ് ചെയ്ത് നിൽക്കുക. അപ്പം ഡൈവോഴ്സ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഭർത്താവും ഭാര്യ ഈ സെലക്ഷൻ ഉണ്ടല്ലോ, അത് ഏതെങ്കിലും മറ്റൊരു രീതിയിലാക്കണം. അല്ലാണ്ട് ഏതെങ്കിലും ബ്രോക്കർ പറഞ്ഞ് പോയി 5 മിനിറ്റ് ചെക്കനും പെണ്ണും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ, അദ്ദേഹനെ അത് ഉറപ്പിച്ച്. അങ്ങനെയല്ല, ഈ തിരഞ്ഞെടുപ്പ് രീതി ഒന്ന് മാറ്റണം. അല്ലാണ്ട് ഡൈവോഴ്സ് ചെയ്ത് കളയണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ രീതി ഒന്ന് മാറ്റണം. പരസ്പരം അറിഞ്ഞിട്ട് കല്യാണം കഴിക്കുക. എന്നിട്ട് ഒരു രക്ഷയില്ലെങ്കിൽ സാമ്പാർ തിളച്ചോട്ടെ. അല്ലാതെ ഏതെങ്കിലും ഒരു കൂതറിനെ കൊണ്ട് അയാൾ ഏൽപ്പിച്ച് കൊടുക്കും. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ആ പെൺകുട്ടി അവൾ അഫ്സലായിട്ട് കളിക്കുന്നുണ്ട്, അവൾ കളിച്ചോട്ടെ, ഒരു തെറ്റും ആരും പറയില്ല. ഈ തള്ള തന്നെ കണ്ണടിച്ച് കൊടുക്കുന്നുണ്ട്, അവരൊരു സ്ത്രീയാണ്. അവനെ പിന്നെ ഗൾഫിൽ പോയി അവിടെ നിന്ന് നന്നാകുമെന്നറിയില്ല. അത്രേ ഉള്ളൂ, മനുഷ്യൻ്റെ കാര്യം അത്രേ ഉള്ളൂ. നമസ്കാരം.